ടിക്കറ്റ് ടു ഫിനാലേക്ക് ആരാവും ശരിക്കും എത്തുക? ഈ എപ്പിസോഡും കൂടി കഴിഞ്ഞതോടെ നിങ്ങളെപ്പോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെയാണ് നിലവിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത്. നമ്മുടെ സ്ഥിരം കഥാപാത്രങ്ങളൊന്നും ഈ വഴിക്കേ ഇല്ല കേട്ടോ. ജാസ്മിനും ജിൻഡോയും അതുപോലെ നോറ ഇവരൊക്കെയാണ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ എപ്പിസോഡ് ഫുൾ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളായിരുന്നു, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡേ 3 ടാസ്കുകളാണ് ബിഗ് ബോസ് കൊടുത്തത്. 3ഉം അടിപൊളി ടാസ്കുകളായിരുന്നു. എനിക്ക് തോന്നുന്നു സീസൺ 6 ആദ്യമായിട്ടാണ് ഇത്രയും എഫേർട്ട് എടുത്ത് കളിക്കേണ്ട ടാസ്കുകളൊക്കെ വരുന്നത്. ഫിസിക്കലി മാത്രമല്ല ബുദ്ധി ഉപയോഗിച്ചും കളിക്കേണ്ട ഗെയിമുകളായിരുന്നു. ഫസ്റ്റ് തന്നെ വരുന്നത് ഗോൾഡൻ റാബിറ്റ് ടാസ്ക് ആണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതും അതേസമയം ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിം ആയിരുന്നു. 10 പേരിൽ ആകെ 2-3 പേർക്കാണ് ഗെയിം എന്താണെന്ന് മനസ്സിലായത് തന്നെ. ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മുയലാണ് മെയിൻ കഥാപാത്രം, അതുകൊണ്ടാണ് ഗോൾഡൻ റാബിറ്റ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഗാർഡൻ ഏരിയയിലെ 10 കോളത്തിന്റെ ഉള്ളിലായി 10 ഗോൾഡൻ മുയലുകൾ ഉണ്ടാവും. ഇതിന്റെ പുറകില് കുറച്ച് കട്ടകളും അതുപോലെ ഒരു മേൽക്കൂരി ഉണ്ടാവും. ബസറടിക്കുമ്പോൾ ഈ മുയലിനെ ഈ കട്ടകൾ ഉപയോഗിച്ച് ഒരു കൂട് ഉണ്ടാക്കി കൊടുക്കണം. ശേഷം ക്യാപ്റ്റൻ 10 പേരുടെയും ഫോട്ടോസ് അടങ്ങിയ കാർഡുകൾ ഷഫിൾ ചെയ്ത് ഏതെങ്കിലും 3 വ്യക്തികളെ കൊണ്ട് കാർഡുകൾ എടുപ്പിക്കും. ഇതിൽ സെലക്ട് ആയ 3 പേരെ ആയിരിക്കും ഫസ്റ്റ് റൗണ്ടിൽ മത്സരിക്കുക. ബസറടിക്കുമ്പോൾ ഈ സെലക്ട് ചെയ്ത 3 ആൾക്കാരെ നിർമ്മിച്ച കൂടൊഴികെയുള്ള കൂടുകൾ പൊളിച്ച് നൽകിയിരിക്കുന്ന സമയത്തിനുള്ളിൽ ആ കളത്തിന്റെ ഉള്ളിൽ വെച്ച ഗോൾഡൻ മുയലിനെ എടുക്കുക. ഇതായിരുന്നു ടാസ്ക്. പെട്ടെന്ന് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ ഇത് സിമ്പിൾ ആയിട്ടുള്ളതല്ല. അവിടെ ബുദ്ധി ഉപയോഗിച്ചാണ് കളിക്കുന്നത്. 1 മിനിറ്റിന്റെ ഉള്ളിൽ ആരുടെ മുയലിനെയാണ് എടുത്തത് അയാൾ ആ ടാസ്കിൽ നിന്നും ഔട്ടാവും. ഇതായിരുന്നു ഗെയിം. ഫസ്റ്റ് റൗണ്ടില് ഋഷി നോറയുടെ മുയലാണ് എടുക്കുന്നത്, അതോടുകൂടി നോറ ഔട്ടായി. സെക്കൻഡ് റൗണ്ടിൽ ജിൻഡോ ജാസ്മിന്റെ മുയലെടുത്തു, അങ്ങനെ ജാസ്മിൻ ഔട്ട് ആവുന്നുണ്ട്. തേർഡ് റൗണ്ടിൽ ജിൻഡോയും ഋഷി നന്ദനി ഔട്ട് ആവുന്നുണ്ട്. തേർഡ് റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. കാരണം തേർഡ് റൗണ്ടില് ജിൻഡോയും നന്ദനി ഋഷിയും മത്സരിക്കുന്നുണ്ട്. 3 ആളും മുയലുകൾ എടുക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. അതോടുകൂടി 3 ആളും ഔട്ടായി. ഫോർത്ത് റൗണ്ടിലെ ശ്രീതു, ഫിഫ്ത്ത് റൗണ്ടിലെ അർജുൻ, സിജോ ഇവരൊക്കെ ഔട്ട് ആവുന്നുണ്ട്. ലാസ്റ്റ് റൗണ്ടിലെ സായിയും അതുപോലെ അഭിഷേകുമാണ് മത്സരിക്കുന്നത്. ലാസ്റ്റ് അഭിഷേക് ജയിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ടാസ്ക് മനസ്സിലാക്കി കളിച്ചത് 1-2 പേര് മാത്രമാണ്. ഈ ടാസ്ക് കാണുന്ന എനിക്ക് പോലും കറക്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലാസ്റ്റ് ടൈമിലേക്ക് എത്തുമ്പോഴാണ് ഓക്കെ ഇത് ഇങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നത് തന്നെ. ബാക്കിയുള്ളവർ മുഴുവൻ എത്ര മുയലിനെ എടുക്കുന്നോ കൂടുതലുള്ളയാൾ മത്സരിക്കും, ആ ഒരു രീതിയിലാണ് ഗെയിം കളിച്ചിരുന്നത്. ഇതിൽ തന്നെ ജിൻഡോയ്ക്ക് ഒട്ടും ഗെയിം മനസ്സിലായിരുന്നില്ല. ജിൻഡോ ആദ്യം തന്നെ ജാസ്മിനെ ഔട്ടാക്കാൻ വേണ്ടി ജാസ്മിന്റെ മുയലിനെ പോയി എടുക്കുന്നുണ്ട്, രണ്ടാമത് ഋഷിയുടെ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഔട്ടായതോടെയാണ് ജിൻഡോയ്ക്ക് കാര്യം മനസ്സിലായത്. ജാസ്മിന് ആദ്യം തന്നെ മനസ്സിലായി ജിൻഡോ മനഃപൂർവ്വം ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന്. ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജിൻഡോ ഔട്ടായതോടെയാണ് ജാസ്മിൻ ഹാപ്പി ആയത്. എന്നിരുന്നാലും ജാസ്മിന് നല്ലതുപോലെ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഗെയിം മനസ്സിലായിട്ട് കളിക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പണ്ടത്തെ സ്വഭാവമൊക്കെ ആയിരുന്നെങ്കിൽ ജാസ്മിൻ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇഷ്ടം പോലെ വഴക്കുണ്ടാക്കിയിരുന്നു. പക്ഷെ ഒരു മയത്തിലൊക്കെയാണ് ജിൻഡോനെ ജാസ്മിൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. സായിയും അതുപോലെ അഭിഷേകും ശരിക്കും ഗെയിം എന്താണെന്ന് മനസ്സിലാക്കിയാണ് കളിച്ചത്. അവസാനം അവർ ടൈപ്പ് ആയിട്ടുണ്ട്, ഈക്വൽ പോയിന്റിൽ എത്തുന്നുണ്ട്. ശേഷമാണ് വീണ്ടും ഗെയിം കളിച്ചിട്ട് അഭിഷേക് ജയിക്കുന്നത്. അതായത് 2 ആൾക്കും പോയിന്റ് കിട്ടുമെന്ന് അറിയാം. അതിനായി കിട്ടിയ ചാൻസിൽ അവര് ബുദ്ധിപൂർവ്വം കളിച്ചു, പോയിന്റ് കിട്ടുകയും ചെയ്തു. അഭിഷേകിന് 3 പോയിന്റ്, അതുപോലെ സായിക്ക് 2. അങ്ങനെയാണ് ഈ ടാസ്ക് അവസാനിക്കുന്നത്. നെക്സ്റ്റ് ടാസ്ക് കയ്യാലപ്പുറത്ത്. ഇവിടെ ബുദ്ധിയല്ല കേട്ടോ, കോൺസെൻട്രേഷൻ ആണ് ആവശ്യം. 2 പേര് വീതമാണ് ഈ റൗണ്ടിൽ മത്സരിക്കുക. ഇത് ആക്ടിവിറ്റി ഏരിയയിൽ കുറെ ബോളുകൾ ഉണ്ടാവും, കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടാവും. ബസറടിക്കുമ്പോൾ ഒരു ബോൾ എടുത്തിട്ട് പ്രോപ്പർട്ടിയുടെ അറ്റത്ത് വെക്കുക. ശേഷം ഹോൾഡറിൽ പിടിച്ച് ബോൾ ബാലൻസ് ചെയ്ത് പ്രോപ്പർട്ടിയുടെ എതിർഭാഗത്തുള്ള ഒരു കപ്പിലേക്ക് വീഴ്ത്തുക. ഇതായിരുന്നു ടാസ്ക്. 1 മിനിറ്റ് സമയത്ത് ഏറ്റവും കൂടുതൽ പന്തുകൾ ഈ കപ്പിനുള്ളിൽ വീഴ്ത്തുന്ന വ്യക്തി ഈ ടാസ്കിൽ ജയിക്കും. കോൺസെൻട്രേഷൻ മാത്രമല്ല, നല്ലതുപോലെ ക്ഷമ വേണം. അങ്ങനെയുള്ള ടാസ്ക് ആയിരുന്നു ഇത്തവണ. ഫസ്റ്റ് റൗണ്ടിലെ അർജുൻ, സെക്കൻഡ് റൗണ്ടിലെ സിജോ, തേർഡ് റൗണ്ടിലെ അഭിഷേക്, ഫോർത്ത് റൗണ്ടിലെ ആരും സ്കോർ ചെയ്തില്ല, ഫിഫ്ത്ത് റൗണ്ടിലെ ജിൻഡോ. അങ്ങനെയാണ് ഈ ഒരു ടാസ്കിലെ സ്കോർ ബോർഡ് വരുന്നത്. ടാസ്കിൽ 6 ബോൾ ഇട്ടിട്ട് അഭിഷേകാണ് ജയിക്കുന്നത്. ടൈ ആയ സിജോ അർജുനും വീണ്ടും മത്സരിച്ച് അർജുൻ സെക്കൻഡ്, തേർഡ് സിജോ. അങ്ങനെയാണ് ഈ ടാസ്കിലെ പോയിന്റ് നില വരുന്നത്. ഇതിലും അഭിഷേകിന് 3, അർജുന് 2, സിജോ 1. അങ്ങനെയാണ് പോയിന്റുകൾ ലഭിച്ചത്. ഈ ടാസ്കിലായാലും കുറേ പേർക്ക് മര്യാദയ്ക്ക് കളിക്കാനൊന്നും പറ്റിയിരുന്നില്ല. കാരണം പുറത്തിരുന്ന് കാണുമ്പോൾ നമുക്ക് ഓക്കെ എല്ലാം സിമ്പിളാണെന്ന് തോന്നും, പക്ഷെ കളിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക. ജാസ്മിൻ, അതുപോലെ നന്ദന, ശ്രീതു ഇവർക്കൊന്നും ഒരു ബോൾ പോലും ആ കപ്പിൻ്റെ ഉള്ളിൽ വീഴ്ത്താൻ പറ്റിയിരുന്നില്ല. അതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ടായിരുന്നു. ജാസ്മിൻ ആണെങ്കിൽ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. ശരിയാണ്, വിചാരിച്ച പോലെ കളിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇനി 3ാമത്തെ ടാസ്ക് പന്താട്ടം. ഇതിലും ഓരോ റൗണ്ടിലും 2 പേരാണ് മത്സരിച്ചിരുന്നത്. ഗാർഡൻ ഏരിയയിലെ 2 പലകകള്
സ്റ്റാൻഡുകൾ, ഓരോ ബോളുകളും ഉണ്ടാവും. ആദ്യത്തെ ബസർ അടിക്കുമ്പോൾ പലകയുടെ വീതി കൂടിയ ഭാഗത്ത് കയറി സ്റ്റാൻഡ് എടുത്ത് പിടിച്ച് അതിലൊരു പന്ത് വെച്ച് നിൽക്കുക. പന്ത് നിലത്ത് വീഴാനോ കാല് നിലത്ത് കുത്താനോ പാടില്ല. അതുപോലെ ഒറ്റ കൈ കൊണ്ട് തന്നെ പിടിക്കുകയും വേണം. ഫസ്റ്റ് ബസർ അടിക്കുമ്പോൾ ഈ ബോൾ എടുത്ത് വെക്കണം. സെക്കൻഡ് ബസർ അടിക്കുമ്പോൾ പലകയുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നീങ്ങണം. തേർഡ് ബസർ അടിക്കുമ്പോൾ മൂന്നാമത്തെ ഭാഗത്തേക്ക്. അങ്ങനെയായിരുന്നു ഈ ടാസ്ക് കളിക്കേണ്ടത്. ഇത്തരത്തിലെ പന്ത് വീഴാതെ ഏറ്റവും കൂടുതൽ, അതായത് ഈ ഒരു ബോൾ വീഴാതെ ഏറ്റവും കൂടുതൽ നേരം നിൽക്കുന്ന ആളാണ് ഈ ടാസ്കിൽ ജയിക്കുക. ഇവിടെയും കോൺസെൻട്രേഷൻ തന്നെയാണ് ആവശ്യം, അതുപോലെ ബാലൻസിങ്ങും. ഒരേ സമയം നമ്മുടെ ശരീരവും മനസ്സൊക്കെ നിയന്ത്രിക്കാൻ പറ്റണം. കാരണം നല്ലപോലെ ബാലൻസിങ് ആവശ്യമാണ്. കാരണം ഒരു പലകയുടെ മുകളിലാണ് കയറി നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും കയ്യിൽ നിന്ന് ഈ സ്റ്റാൻഡും വീഴാം, ബോളും വീഴാം. അങ്ങനെയായിരുന്നു. മാക്സിമം എല്ലാവരും നന്നായി എഫേർട്ട് എടുത്ത് ഗെയിം കളിച്ചിരുന്നു. ഈ പറഞ്ഞതുപോലെ ബോൾ അതിൽ നിന്ന് താഴെ വീഴാതെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ലക്കിന്റെ ബേസിലാണ്. കാരണം ആ സമയത്ത് കാറ്റ് വീശുന്നുണ്ടായിരുന്നു എന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബാലൻസിങ് മാത്രം പോലെ കുറച്ചൊരു ലക്കും കൂടി വേണം. ഇവിടെ സ്കോർ ചെയ്യുന്നത് അഭിഷേകും സായിയാണ്. സായിയാണ് ഏറ്റവും കൂടുതൽ ടൈം നിന്നത്. സെക്കൻഡ് അഭിഷേക്. അവിടെ 3 പോയിന്റ് സായിക്ക് കിട്ടുന്നുണ്ട്, 2 അഭിഷേകിന്, അതുപോലെ ഒരെണ്ണം ഋഷിക്കാണ് ലഭിക്കുന്നത്. ഈ ടാസ്കിലായാലും ഓവർ കോൺഫിഡൻസിൽ ഉണ്ടായിരുന്ന ജാസ്മിനെ ഒന്നും സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് അഭിഷേകിനാണ് കിട്ടിയിരിക്കുന്നത്. 8 പോയിന്റ് ആണ് അഭിക്കുള്ളത്. സെക്കൻഡ് സായി 5 പോയിന്റോടെ. തേർഡ് അർജുനും ഋഷിയും ഈക്വൽ ആണ്. അവര് 2 പോയിന്റ് ആണ് ഇവർക്ക് 2 പേർക്കുള്ളത്. ബോണസ് പോയിന്റ് കിട്ടിയത് കാരണം നെക്സ്റ്റ് ജാസ്മിൻ. ഇങ്ങനെയാണ് നിലവിലെ ടിക്കറ്റ് ടു ഫിനാലെ പോയിന്റ് നിലനിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ അഭിക്കാണ്. സംഭവം എന്തൊക്കെ പറഞ്ഞാലും ഗെയിം വരുമ്പോൾ അഭിഷേക് 100% കൊടുത്ത് കളിക്കും. അതിന്റെ റിസൾട്ട് ആണ് ഇപ്പോൾ കണ്ടത്. ഇന്നലത്തെ എപ്പിസോഡിൽ സ്കോർ ചെയ്തതും അഭിഷേക് തന്നെയായിരുന്നു. വിചാരിച്ച പോലെ ഗെയിം കളിക്കാൻ പറ്റാത്തൊരു വിഷമം ജാസ്മിന് നല്ല പോലെ ഉണ്ടായിരുന്നു. അത് എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. കാരണം ടിക്കറ്റ് ടു ഫിനാലെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ലാലേട്ടൻ കൊടുത്ത ഗെയിം നല്ല പോലെ കളിച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ളതും ഇതിനേക്കാൾ നന്നായി ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ജാസ്മിൻ ഉണ്ടായിരുന്നു. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ടാസ്ക് തുടങ്ങിയപ്പോൾ വിചാരിച്ചതുപോലെയല്ല. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ടാസ്കുകളൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും തരണം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ കിടന്ന് ബഹളം വെക്കുന്നത് പോലെയല്ല ഈ ടാസ്ക് ചെയ്യാന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ, അതുപോലെ ബുദ്ധി, ബാലൻസിങ്, ഇതൊക്കെ ഉണ്ടെങ്കിലേ ജയിക്കാൻ പറ്റുള്ളൂ. അഭിഷേകിന്റെ കാര്യത്തിലായാലും നല്ലപോലെ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജയിച്ചത്. ഒരാളും വിചാരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അഭിഷേക് ഇത്രയും പോയിന്റ് എടുക്കുന്നൊക്കെ. അതുപോലെ ഋഷി മാക്സിമം നന്നായി ഗെയിം കളിച്ചിരുന്നു. ഫസ്റ്റ് ടാസ്കിൽ ഗെയിം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് പ്രശ്നമായത്. രണ്ടാമത്തെ ടാസ്കിലും അതുപോലെ മൂന്നാമത്തെ ടാസ്കിലും ഋഷി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇന്നലത്തെ ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ അഭിഷേക്, അതുപോലെ സായി, ഋഷി ഇവർ 3 പേരാണ് നന്നായി ഗെയിം കളിച്ചത്. അതുകൊണ്ട് തന്നെ പോയിന്റ് കിട്ടുകയും ചെയ്തു. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിലും ടഫായിട്ടുള്ള ടാസ്കുകൾ ബിഗ് ബോസ് കൊടുക്കുന്ന ഉറപ്പാണ്. അതിലൊരു പക്ഷേ വിചാരിക്കാത്ത ആളുകൾ ലീഡ് ചെയ്തേക്കാം. പോയിന്റ് ഒറ്റയടിക്ക് മാറി മറിയാനൊക്കെ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇപ്പോൾ അഭിഷേകാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്, ചിലപ്പോൾ ഒറ്റയടിക്ക് അഭിഷേക് താഴത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. മാക്സിമം എല്ലാവരും എഫേർട്ട് എടുത്ത് കളിക്കുന്ന ഉറപ്പാണ്. ഇനിയുള്ള ദിവസങ്ങളിലെ ടാസ്കുകളും അതുപോലെ പോയിന്റ് ആർക്കാണ് ലഭിക്കുക അതൊക്കെ അറിയാനാണ് പ്രേക്ഷകരും ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നത്.